ഇനി ഈസാ അലൈഹിസ്സലാം ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച് വരാനിരിക്കുന്നു. മഹാനവർകൾ ഇവിടെ വന്നിട്ട് ഒന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്തിനെ ബലപ്പെടുത്തുന്നു. പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് കാര്യങ്ങൾ വിധിക്കുന്നു. ലോകത്തുള്ള എല്ലാ ആളുകളിലേക്കും ഇസ്ലാമിന്റെ സന്ദേശം ഒന്നുകൂടി വ്യാപിപ്പിക്കുന്നു. ഇഞ്ചിയിൽ പഠിപ്പിക്കാനല്ല ഇനി വരുന്നത്, പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ദീൻ നടപ്പിലാക്കാൻ, 7 വർഷം നീതിപരമായ ഭരണം നടത്താൻ. യൻസിലു ഫീക്കും ഈസ ഇബ്നു മറിയമ ഹകമൻ മുഖ്സിതൻ അദ്ലാ. ഈസാ നബി അലൈഹിസ്സലാം നിങ്ങളിൽ ഇറങ്ങി വരും, നീതിമാനായ വിധികർത്താവായിട്ട് ഇറങ്ങി വരും. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ ഈസാ നബി അലൈഹിസ്സലാം വിധിക്കും. ഏകദേശം സമയം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ വരവിനോടനുബന്ധിച്ച് അതിന്റെ തൊട്ടു മുമ്പായി ബഹുമാനപ്പെട്ട ഇമാം മഹദി റളിയല്ലാഹു അൻഹുവിന്റെ വരവുണ്ട്. മഹദി ഇമാം റളിയല്ലാഹു അൻഹു ഏതെങ്കിലും നാട്ടിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് വരില്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദമസ്കസിലെ വെളുത്തൊരു മിനാരത്തിൽ മലക്കുകളുടെ ചിറകിന്റെ സംരക്ഷണത്തിലായി ഭൂമിയിൽ സുബ്ഹ് വാങ്ങി കൊടുക്കുന്ന സമയമാകുമ്പോൾ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലേക്ക് താഴോട്ട് എത്തുന്ന സമയത്ത് ഇന്ന് നാം കേൾക്കുന്ന വളരെ ഭീതിതമായ രംഗങ്ങൾ കേൾക്കുന്ന മസ്ജിദുൽ അഖ്സ അന്ന് ശാന്തമാണ്. അന്ന് മസ്ജിദുൽ അഖ്സയിലെ ഇമാം മഹദി റളിയല്ലാഹു അൻഹു ആണ്. അവരാണ് മസ്ജിദുൽ അഖ്സയിൽ അന്ന് ഇമാമത്ത് നിൽക്കുന്നത്. ഇമാം മഹദി റളിയല്ലാഹു അൻഹു അഹ്ലു ബൈത്തിലെ ഒരു വലിയ മഹാനാണ്. ഒരു വലിയ ശൃംഖലക്ക് അവസാനം കുറിക്കുന്ന ഒരു മഹാനാണ് ഇമാം മഹദി റളിയല്ലാഹു അൻഹു.